CC വിഷൻ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. മൂടുന്ന അനിൽക്കൊടിത്തോട്ടമാണ് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. ഒരു കേരള രാഷ്ട്രീയമാണ് എന്ന് ഞങ്ങൾ സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു വേദാധ്യാപകനും ബൈബിൾ നന്നായിട്ട് വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സുവിശേഷ പ്രഭാഷകനുമാണ് ശ്രീ അനിൽക്കൊടിത്തോട്ടമെങ്കിലും രാഷ്ട്രീയ ബോധം, അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളതിനേക്കാൾ അഗാധമായിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടല്ലേ നമ്മൾ കഴിയുന്നതാണ്. അത് കേരള രാഷ്ട്രീയം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം, അല്ലേ? അതെ. നമുക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ചില ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ, ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം കിട്ടിയില്ല, അല്ലെങ്കിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല, ഈ സമയങ്ങളിലേക്ക് അടുത്ത പാർട്ടികളിലേക്ക് ചേക്കേറി സ്ഥാനമാനങ്ങൾ കരഗതമാക്കുക. ഇതൊരു നല്ല ഒരു പ്രവണതയാണോ ഇത് സത്യത്തിൽ? ഒരിക്കലുമല്ല. കാരണം ഈ പാർട്ടികൾ ഉണ്ടാകുന്നത് നയങ്ങളുടെയും പരിപാടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല, എതിർകക്ഷികളെ നന്നായി വിമർശിച്ചും അവർക്ക് വേണ്ടി എതിരെ തല്ലുകൊണ്ടും ഒക്കെയാണ് സംഘടനാ പ്രവർത്തനം. അപ്പൊ ഇങ്ങനൊക്കെ വന്ന ആളുകൾ ഒരു സ്ഥാനം കിട്ടുന്നില്ല എന്ന് കരുതി പെട്ടെന്ന് ചാടി ചെല്ലുകയും അവരെ സ്വീകരിക്കാൻ ഇപ്പുറത്ത് പാർട്ടികൾ കൈ നീട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് ആത്മവഞ്ചനാപരമായ നിലപാടാണ്. ഇനി അഥവാ ഇനിയും ചില സാഹചര്യങ്ങളിൽ അങ്ങനെ മാറേണ്ടി വരും. അങ്ങനെ മാറേണ്ടി വന്നാൽ ഇവരെ വരുന്ന ഉടനെ പിടിച്ച് ഇത്തരം സ്ഥലങ്ങളിൽ ഇരുത്തുകയും അനർഹമായ പരിഗണന കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിക്കാൻ. വരുമ്പോഴേ MLA സീറ്റ് കൊടുക്കുക അത് തെറ്റായ രീതിയാണ്. അതിൽ കാര്യങ്ങൾ, നമ്മുടെ KV തോമസ്, ഇദ്ദേഹം ഒരു ദീർഘവർഷം എറണാകുളം ജില്ലയിൽ പ്രതികരിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹമുള്ള കാലത്ത് ഒരിക്കൽ ഈ ഒരു വിദേശ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്, ചാരനാന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിഷയങ്ങളൊക്കെ വന്നൊരു കാലം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കരുണാകരനൊപ്പം ഒരു കാലത്ത് നിന്നു. പിന്നെ കരുണാകര വിരുദ്ധനായി. പെട്ടെന്ന് അദ്ദേഹത്തിന് മത്സരിക്കണം, തവണ സീറ്റില്ല. ഇതിന്റെ പേര് നേരെ LDFന്റെ ഭാഗമാകും. അല്ല, പുള്ളി കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നേരെ കിട്ടാവുന്ന ആനുകൂല്യങ്ങളും കിട്ടി. അവിടുന്ന് പോയിട്ട് പുള്ളി ഇന്ന് മറ്റേ സാറിന്റെ ഭാഷ പറഞ്ഞ കോടിക്കണക്കിന് പൈസ ഒരു മാസം കിട്ടുന്ന തരത്തിലേക്ക് ഉള്ള ഒരു തസ്തികയിൽ പോയിരിക്കുകയാണ്. ആ തസ്തിക എന്തിനാ? കേരള ഹൗസിൽ ഒരാളെ പ്രതിഷ്ഠിച്ചേക്കാണ്. എന്തൊരു തെറ്റാണ് ചെയ്യുന്നത്. ഭയങ്കര വൃത്തിയായിട്ട് കേരളത്തിനെ പ്രതികരിച്ച് മന്ത്രിമാരെ കാണാനും സംസാരിക്കാനും പുള്ളി റെപ്രസെന്റേറ്റീവായിട്ട് വെച്ചേക്കുന്നതാണെന്ന് എനിക്ക്. ഇങ്ങനെയാണെങ്കിൽ അവർ സേവനം ചെയ്യട്ടെ. പാർട്ടിക്കകത്ത് വേറെ ആളുകളുണ്ടല്ലോ, പിന്നെ പരിചയവും കഴിവുള്ളവരുണ്ട്. പിന്നെ ഡൽഹി രാഷ്ട്രീയം പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് കോൺഗ്രസ് ലീഡേഴ്സിന്റെ ഒക്കെ തിരതിയൊക്കെ മീൻ, നല്ല ടേസ്റ്റുള്ള മീനാണല്ലോ നമ്മുടെ കണമ്പ്, തിരതി എന്നൊക്കെ, അതൊക്കെ പിടിച്ചു കൊണ്ടുപോയെന്നൊക്കെ തിരതി തോമസ് എന്നൊക്കെ പുള്ളിക്കൊരു പേരുണ്ടായിരുന്നു, അല്ലേ? അങ്ങനെയൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. നേരെ ശരി നമുക്കറിയാൻ വയ്യ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പുള്ളി അത് തെറ്റാ, അല്ലേ? അതുപോലെ തന്നെ പക്ഷെ P സരിന് സീറ്റ് ഒന്നും ഇപ്പൊ കൊടുക്കാൻ പാടില്ല. അന്നേരത്തെ ഒരു സാഹചര്യം നിൽക്കട്ടെ. LDF പുള്ളി CPM നിന്ന് കോൺഗ്രസിലേക്ക്, കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് വന്നു. അതിന് കോൺഗ്രസ് വർഷത്തേക്ക് പാലക്കാട് തീരുമാനിച്ചോ? അത് കഴിഞ്ഞ തവണ മാങ്കുട്ടത്തിനോട് തോറ്റുപോയി. ഈ വർഷം പുള്ളിക്ക് സീറ്റ് ഉണ്ടോന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഈ മാറ്റം, സന്ദീപ് വാര്യർ BJPക്ക് വേണ്ടിയിരുന്ന ഗാന്ധിജിയെ ചുമ്മാ വന്ന് വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞ പാർട്ടിയാണ്. അതിൽ ഇന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ഭൂതകാലത്തുള്ള പോരാട്ടമാണ് പുള്ളിയെ നടത്തുന്നത്, തിരിഞ്ഞിരുന്നു. അതുപോലെ സംഭവമാണ് ഐഷ പോറ്റി. അതുപോലെ ഒരാളാണ് നമ്മുടെ പ്രധാനപ്പെട്ട G സുധാകരൻ. അദ്ദേഹത്തിന്റെ ഇമേജ് എല്ലാം പോയില്ലേ. അദ്ദേഹം പടുത്തുയർത്തിയതും പറഞ്ഞു. പക്ഷേ പാർട്ടിക്കകത്തൊരു നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു വശം പറഞ്ഞാല് അത് ഏൽപ്പിച്ച വകുപ്പ് ഏറ്റവും നല്ല നിലയിൽ കൈകാര്യം ചെയ്തു. നമ്മുടെ പൊതുമരാമത്ത് അതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതൊക്കെ ശരിയായ ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒത്തിരി കാര്യമുണ്ട്. വാമൊഴി വഴക്കോ എന്നൊക്കെ പറഞ്ഞ് വാ തുറന്നാൽ വെടിത്ത് തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ചൂടാണ് ആള് ചൂടനാണ്. പക്ഷെ സത്യസന്ധനും പൈസ ഒന്നും ഉണ്ടാക്കിയ ആളല്ല. അല്ല, ഈ പൈസ ഉണ്ടാക്കാത്ത കുറെ പേരുണ്ട്. PK ഗുരുദാസൻ ഇടയ്ക്കാ പാർട്ടി വീട് വെച്ചു കൊടുത്തേ. മന്ത്രിയായിരുന്നു, തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു പാലൊളി മുഹമ്മദ് കുട്ടി
എന്ന് തോന്നുന്നു. ഈ പി ജയരാജനും അതുപോലെ അത് ഞാൻ കേട്ടിട്ടുണ്ട് കറക്റ്റ്. അപ്പം പണമൊന്നും ഉണ്ടാക്കാത്ത അങ്ങനെ ആളുകൾ ഇതിനകത്ത് ഉള്ളപ്പോഴ് ഇപ്പൊ സീറ്റ് കിട്ടാഞ്ഞിട്ടാണോ ജി സുധാകരൻ? അതൊരു വിഷയമുണ്ട്. നമുക്ക് എല്ലാത്തരം ലഹരിയും ലഹരി മുക്ത കേന്ദ്രങ്ങളുണ്ട്. മദ്യം പോലും ലഹരിയായവനെ മാറ്റിയെടുക്കാം. അധികാരം ലഹരിയായവന് വേണ്ടി ഒരു ഡി അഡിക്ഷൻ ജി സുധാകരൻ പാർട്ടി വിട്ടതും കോൺഗ്രസ് അദ്ദേഹത്തെ എടുക്കുകയാണെങ്കിൽ അവിടെ സീറ്റ് കൊടുക്കുകയും ചെയ്യണമെങ്കിൽ തെറ്റാന്നാണോ? തീർച്ചയായിട്ടും അത് ജി സുധാകരനല്ല, ഈ പെട്ടെന്ന് കാലി മാറി വരും. ഇവര് ന്യായമില്ല. സരിൻ ചെറുപ്പക്കാരൻ അത് പോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ സന്ദീപ് വാര്യർ ചെറുപ്പക്കാരൻ, അതിന് ഭാവിയുണ്ട്. ഇത്രയും നാള് നിന്ന് പാർട്ടിയിൽ 4 തവണ എങ്ങാണ്ട് നിന്ന് ജയിച്ച് ജില്ലാ കൗൺസിൽ മെമ്പറായി, പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി. ഇനി എന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത്? സന്ദീപ് വാര്യർ മാറാൻ കാരണം പാലക്കാട് സീറ്റ് കിട്ടാഞ്ഞിട്ടാണ്. അതെ. അത് ഒരു തത്വാധിഷ്ഠിത രാഷ്ട്രീയം ഇല്ല. സന്ദീപ് വാര്യർ മാറിയത് അങ്ങനെ, പി സരിനും അങ്ങനെയാണ്. പക്ഷെ അവര് ചെറുപ്പക്കാരാണ്, അവർക്ക് കരിയറാണ് പൊളിറ്റിക്സ്. ഇത് ഇത്രയും വന്നൊരു മനുഷ്യൻ, അതുപോലെ മറ്റേ സുധാകരൻ, കെ സുധാകരൻ, സുധാകരനും അർഹമായ പരിഗണന എല്ലാം കിട്ടി. CPM-നോട് പടപൊരുതി കണ്ണൂർ പാർട്ടി ഉണ്ടാക്കിയ ആളാണ്, കോൺഗ്രസ് ഉണ്ടാക്കി. പക്ഷെ പുള്ളി ഇപ്പൊ ആഗ്രഹിക്കുന്ന കേരളത്തിലൊരു മിനിസ്റ്റർ ആകാനാണ്. UDF ആയിരുന്നല്ലേ, ഇനിയിപ്പോ ശ്രമിക്കുക അതിനുവേണ്ടി MP സ്ഥാനം കളഞ്ഞേച്ച് ഇവിടെ വന്ന് മത്സരിക്കാൻ. ഗവൺമെന്റിന് ഭാരിച്ച ചെലവാ. ഇനി ഒരു ഇലക്ഷൻ നടത്തുന്ന എത്ര ലക്ഷം രൂപ ചെലവാ? പിന്നെ എത്ര കോടി ചെലവാ? അതൊരു നല്ല രീതി അല്ല അല്ലേ? കെ സുധാകരനും ഒഴിഞ്ഞു നിൽക്കേണ്ടതായിരുന്നു അല്ലേ? അതെ. അല്ല, സ്വരം നല്ലപ്പോഴേ പാട്ട് നടത്തണം. അല്ല, ഇത് ഇങ്ങനെ ഏകകാലം നിൽക്കുന്നുണ്ടല്ലോ. തോമസ് നിൽക്കുന്നുണ്ടല്ലോ, തോമസ് ഐസക്. അതെ. പിണറായി മാറേണ്ടതാണ്. പിണറായി മാറണം. സത്യത്തിൽ ഈ മനുഷ്യരുടെ പരിഭവം പിണക്കം LDF-നോടല്ല, പിണറായിയോടാണ്. തീർച്ചയായിട്ടും സത്യം. പിണറായിയോടാണ്. കാരണം എന്താന്ന് വെച്ചാലും പിണറായി എന്ന മനുഷ്യന് ഒത്തിരി കഴിവുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷെ പുള്ളിയുടെ മകളുടെ പേരിൽ അഴിമതി ആരോപണം വരുന്നു, പലതരം പ്രശ്നങ്ങൾ വരുന്നു. അദ്ദേഹം കൂടെ നിൽക്കുന്നവരെ അരിഞ്ഞു വീഴ്ത്തുന്നു, ഭാവിയിലുള്ള ആൾക്കാരെ അരിഞ്ഞു വീഴ്ത്തുന്നു, ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഇത് പുള്ളിക്കെതിരെ ഉണ്ട് ശക്തമായിട്ട്. ഇപ്പൊ പുള്ളിക്ക് ഇവരോട് മാറി നിൽക്കാൻ പറയാനുള്ള ധാർമ്മികതയൊന്നുമില്ല. കാരണം എന്താ, ഇദ്ദേഹത്തിന് അർഹതമായൊക്കെ കിട്ടി 2 തവണ അടുപ്പിച്ച് മുഖ്യമന്ത്രി. അല്ല, ഈ CPM-ന് ഈ സ്പെഷ്യൽ പരിഗണന എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അങ്ങനെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പിന്നെയും തുടരാമെന്നെങ്ങാണ്ടൊക്കെ ഒരു ക്ലോസിലുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതിന്റെ ഒരു വിഷയം വെച്ചാൽ, ഒരു സാധ്യതയുള്ള മനുഷ്യരെ തനിക്കെതിരെ വരുന്ന അപ്പുറത്ത് പാരലായിട്ടൊരു പവർ വരുന്നു എന്നറിഞ്ഞാൽ പിണറായി ഇടപെട്ടതിരെ ഒതുക്കി ഒത്തിരി ചരിത്രമുണ്ട്. ജനം തെരുവിൽ ഇറങ്ങിയപ്പോഴാണ് VS-ന് പോലും സീറ്റ് കിട്ടുന്നത്. VS-ന് സീറ്റ് കിട്ടാതിരിക്കാൻ എന്തെല്ലാം കളികൾ നടക്കും. അല്ല, പിണറായിയെ സംബന്ധിച്ച് നമുക്ക് ഒരു ക്വാളിറ്റിയും എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ കാണും. അല്ല, മുഖ്യമന്ത്രി ആകാതിരിക്കാൻ അത്ര ശ്രമം. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു നല്ല അഭിപ്രായം എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്, അദ്ദേഹം വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴേ ഓർക്കുന്നുണ്ടല്ലോ, അന്ന് പവർ കട്ട് ഇല്ലാതാക്കി മുടങ്ങിക്കിടന്ന പദ്ധതികളെല്ലാം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി എത്ര ദിവസം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുത്ത് അതൊക്കെ ചെയ്ത ഒരു മിനിസ്റ്ററായിട്ട് നമ്മൾ പിണറായി പണ്ട് കാണുന്ന ആ ഒരു ബഹുമാനവും ആരാധനാ മനോഭാവമാണ് എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ നന്ദനവിന്റെ രക്ഷപ്പെടാനുള്ള സമീപനവും. പക്ഷെ ഈ 10 വർഷം കൊണ്ട് കാട്ടിക്കൂട്ടിയതോ അല്ല, ഇതില് പിണറായി എന്ന മനുഷ്യനിൽ ഒത്തിരി കഴിവുകളുണ്ട്. പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്ന അപ്ഡേഷൻ ഇല്ല, ന്യൂ ജനറേഷൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഉദാഹരണം, അദ്ദേഹത്തിന്റെ വകുപ്പ് പോലീസാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമാണ്. ഇത്രയും ആഭ്യന്തരം മോശമായൊരു കാലമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിലില്ല. അട്രോസിറ്റി കേസുകൾ 11,000-ത്തിലധികം ആ മാധ്യമപ്രവർത്തകൻ റെജിമോൻ കുട്ടപ്പൻ എഴുന്നേറ്റെന്ന് വായിക്കുന്നുണ്ട് പ്രസംഗത്തിൽ. 11,000-ത്തിലധികം കേസാണ്. അട്രോസിറ്റി ചുമ്മാ നമ്മൾ എന്ന് പറഞ്ഞാൽ പോലീസ് എടുക്കുന്നതല്ല. അത് നമ്മൾ CMB കൊടുത്ത് മറ്റേ മജിസ്ട്രേറ്റ് ഉത്തരവിടുമ്പോൾ മാത്രം പോലീസ് എടുക്കുന്ന കേസാണ്. നമ്മളീന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കത്തില്ല അട്രോസിറ്റി. ഇത്തരം കേസുകൾ കിടക്കുക ഇഷ്ടം പോലെ. ഇന്നിപ്പോ എന്തോ ഒരുത്തനെ ഒരു ഗുണ്ടയെ കരുനാഗപ്പള്ളി റോഡിലിട്ട് വെട്ടിക്കൊന്നിരിക്കുന്നു. അത്രയും തിരക്കുള്ള റോഡിലിട്ട് വെട്ടി. ഈ ഗുണ്ടയെ അമർച്ച ചെയ്യാൻ കഴിയുന്നില്ല. ഗുണ്ടായുസമൊക്കെ വളരെ ശക്തമാണ്. ഒന്നാമത് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളിയാ പോലീസാക്കുന്നു, പോലീസിന്റെ മേധാവിയാക്കുന്നു. ഇവർക്കൊന്നും യാതൊരു പ്രാപ്തിയില്ല. ഒരുത്തം കണ്ടില്ലേ, യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ ഒരുത്തൻ ഇങ്ങനെ വെച്ചിട്ട് ഏത്തവടിക്കുക ഒരു മനുഷ്യനെ വഴി നിന്ന് കണ്ട ഒരു വയസ്സനെ. ഇവരൊക്കെ ജാംബോന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന കക്ഷികളെ കൊണ്ടാണ് ഈ വലിയ ഉന്നത പോലീസ് ഓഫീസർമാരെ സ്ഥാനത്തിരുത്തുന്നത്. മനസ്സിലായി? ഇവർ ഏത് ലോകത്താണ് ഇവർ വിചാരിക്കുന്നത് ജനാധിപത്യമാണ്. ഇവരെ വിമർശിച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. അപ്പൊ പൗരാവകാശങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രവണതകൾ അദ്ദേഹത്തിലുണ്ട്. ഞാൻ പറഞ്ഞു, VS മുഖ്യമന്ത്രി ആയിരിക്കാൻ ശ്രമിച്ചു, രണ്ടാമത് VS-ന് സീറ്റ് കൊടുക്കുക, അപ്പൊ ജനം റോഡിലിറങ്ങി. മൂന്നാമത് VS മുഖ്യമന്ത്രിയാകേണ്ടതാണ്. 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് പോകുന്നത്. 2 സീറ്റ്. അന്ന് കോട്ടയത്ത് VN വാസവൻ തോക്കുന്ന 500 വോട്ടിനാണ് താഴെ. ഇങ്ങനെ 500 വോട്ടിന് തോറ്റ 230 വോട്ടിന് തോറ്റ സ്ഥലങ്ങളുണ്ട്.
ഇത് വെച്ച് നോക്കിയാൽ മാത്രം 10 സീറ്റിനോട് അന്ന് LDF വരണ്ട. ഇങ്ങനെല്ലാം പണി കൊടുത്ത മനുഷ്യനാണ്. അതേ പണി സുധാകരനും കൊടുത്തിട്ടുണ്ട്, അതേ പണി തോമസ് ഐസക്കിനോട് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ ടീച്ചർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ സത്യമാണ്. അല്ല, ഈ വെളിയിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചതിന് ശേഷം അത് കോൺഗ്രസ് ആണെങ്കിലും ഇടതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ രാഷ്ട്രീയ നേതാക്കളെ ചെളിവാരി എറിയുകയും തെറി പറയുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കുന്ന പ്രവണത. അങ്ങനെയാണെങ്കിൽ ഷാലി ടീച്ചറിന് സീറ്റ് കൊടുത്താൽ മതി മതി കൊടുത്തില്ലോ. തോമസ് ഐസക്കിന് സീറ്റ് കൊടുക്കാൻ മേലെ, AK ബാലന് കൊടുക്കാൻ മേലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സീനിയേഴ്സ് കിടക്കില്ല, അവർക്കൊന്നും കൊടുക്കാതെ ഈ വന്നു കയറിയവനൊക്കെ തന്നെ സീറ്റ് കൊടുക്കുക. അത് എന്ത് രാഷ്ട്രീയം അത്? ഒരു അടിസ്ഥാനം അതിലില്ല ആ ചെയ്യുന്നത്. ഇതുപോലെ വേറൊരു കാര്യം കൂടെയാണ്. PV അൻവറും ഇതിന്റെ ഒരു അൻവർ എന്നിട്ട് കേരള രാഷ്ട്രത്തിന് പറ്റിയ ഒരാളെ അല്ല. സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, അൻവർ ഇവിടം വിട്ട് അപ്പുറത്തേയാടി. ഈ അൻവറിനെ എന്തിനാ UDF കൊണ്ടു നടക്കുന്നത്? ഇയാളെ കൊണ്ട് എന്താ ഗുണം? ഇയാള് കഴിഞ്ഞ വണ്ണം നിലമ്പൂര് പിന്തുണച്ചോ? ഇയാള് ഈ ഷൗക്കത്തിനെ പിന്തുണച്ച ആളല്ല, വേറൊരു കാണ്ടിട്ട് നിർത്തുക. പിന്നെ ഒരു 10,000 വോട്ട് കൂടെ പിടിച്ചിരുന്നെങ്കിൽ ഷൗക്കത്ത് തോറ്റുപോനെ. അതെ 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 20,000 വോട്ട് ചെയ്യാൻ കിട്ടിയല്ലോ. അതെ 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 ഒരു 10,000 വോട്ട് കൂടെ പിടിച്ചെങ്കിൽ ഷൗക്കത്ത് തോറ്റു. അതെ അതെ. അപ്പൊ ഇത് എന്ത് ഗുണമൊന്നുമില്ല. എന്നിട്ട് ആ പുള്ളിയെ കൊണ്ടു നടക്കുക. ഇതിലെ ചില കക്ഷികള് ഇവരെ വെറുതെ വളർത്തുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അൻവറിന്റെ കാര്യത്തിൽ സതീശനെടുത്ത നിലപാടുകളൊക്കെ കറക്റ്റാണ്. പക്ഷെ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നത് പാർട്ടിക്കകത്തെ സമ്മർദ്ദം, ലീഗിന്റെ സമ്മർദ്ദം, ലീഗ് ഒരു വർഗീയ രാഷ്ട്രീയോടെ കളിക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും സതീശൻ ഇച്ചിരി നിലപാടുള്ള ആളാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ഈ പാർട്ടി മാറി വരുന്നവർക്കെല്ലാം സീറ്റാ. അല്ല, സതീശൻ ആദ്യം പറയുന്ന ഒരു നിലപാടാണ്. സതീശനെ പിന്തുണയ്ക്കാറില്ല ആളില്ല. അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. അൻവറിന്റെ ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ കൂടെ നിന്നാ മതി. കോൺഗ്രസിന്റെ ഇമേജ് കൂടെ. അദ്ദേഹം എടുത്ത നിലപാടുകളെല്ലാം ജയിക്കുകയും ചെയ്തു. മുഴുവൻ എല്ലാ രാഷ്ട്രീയ നിലപാടുകളും നിലവിൽ ഇതുവരെ ഇതുപോലെ കണ്ട ഒരു കാര്യമാണ്. ഈ CPIയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വായിച്ചോ? ആളില്ല അവർക്ക് മത്സരിക്കാൻ. ആളില്ല എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഒരു പൊടി തട്ടി രംഗത്ത് വരുന്നത്. ഇവരൊന്നും പേരാർക്കും അറിഞ്ഞുകൂടാ. മൂവാറ്റുപുഴ മത്സരിക്കുന്ന കക്ഷി ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഇയാളെ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കണം നോക്കി വരുമ്പോഴാണ് പുള്ളി ജില്ലാ സെക്രട്ടറിയാ. ഇവരാകെ ഞാൻ പരിചയപ്പെട്ടേക്കുന്ന ജനയുഗത്തിന് ഫണ്ട് പിരിക്കാൻ വരുമ്പോഴാണ്, വീട്ടിൽ വരുമ്പോഴേ ഇങ്ങനെ പാർട്ടി ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ എവിടെ താമസിക്കുന്ന അറിയാമല്ലോ, കാനൻ രാജേന്ദ്രന്റെ വാർഡിൽ താമസിക്കുന്ന ആളാ ഞാൻ. ഓർത്തോണം. ഫണ്ട് നിങ്ങൾ കീഴത്ത് താമസിക്കുമ്പോഴായിരിക്കും. ഇപ്പോഴത്തെ കാര്യം ഞാനിപ്പോ പാർക്കുന്ന കാനൻ രാജേന്ദ്രന്റെ വാർഡിലാ. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തൂടെ ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്നേ. അപ്പം എന്റെ വാർഡ് ഭരിക്കുന്ന CPI ഒരു സ്ത്രീയാ ഭരിക്കുന്നത്. അപ്പോ ഇവരോട് ഞാൻ നേരിട്ട് ചോദിച്ചു, ഇതിനല്ലാതെ നിങ്ങളെ ഒരു പൊതു പരിപാടി കണ്ടിട്ടില്ല. ഈ അജിത്തോ അവിടെ നിൽക്കുന്ന കേശവൻ, പഴയ മിനിസ്റ്ററുടെ മോന് നേരെ BJPയിൽ പോയി. ഇതെന്തുകൊണ്ടാ പോകുന്നേ? ഇതിപ്പം നടത്തുന്ന ഒരു കരയോഗം പാർട്ടിയായിട്ട് മാറി. കരയോഗം പാർട്ടിയാണത്. കരയോഗം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ബിനോയ് വിശ്വം നടപ്പിലാക്കും. ബിനോയ് വിശ്വം കരയോഗത്തിന്റെ ആളല്ല, നല്ല ചരിത്രമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ മുത്തശ്ശനോ മറ്റോ ആണ് E. മാധവൻ. ഈ ഈഴവർ ഹിന്ദുക്കളല്ല എന്ന് പറയാൻ ധൈര്യം കാട്ടിയൊരു ഗ്രന്ഥം ഇറക്കിയ ആളാണ്. NSSന്റെ SNDPയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറിയാണ്. സ്വതന്ത്ര സമുദായം E. മാധവൻ. ആ പുസ്തകത്തിന്റെ ഹെഡിങ് നിരോധിച്ചാണ് തിരുവിതാംകൂറിൽ. ആ പുസ്തകം നിരോധിച്ച ഇത്ര ട്രഡീഷൻ ഉള്ളൊരു സംഘടന എന്ന് വരുന്ന ഒരാളാണ്. പക്ഷെ ഇവരൊക്കെ ഫാദറും പിതാവും വലിയ കമ്മ്യൂണിസ്റ്റ് പിതാവാണെന്ന് തോന്നി. എനിക്കത് അത്ര കൃത്യമല്ല. ഇത്രയും ട്രഡീഷൻ ഉള്ള ഒരാളാണ്. പക്ഷെ ഇവരൊക്കെ ചെയ്യുന്നത് എന്താ? NSS വിരട്ട് നിർത്തുക. അവർ പറയുന്ന തരത്തിലാണ് കാൻഡിഡേറ്റ്സിനെ നിർണ്ണയിക്കുന്നതും മന്ത്രിമാരെ ആക്കുന്നതും. ജനകീയമായ പരിപാടികളില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? കൂടെ നിൽക്കുന്ന അണികൾ നേരെ ഒറ്റയടിക്ക് അതിൽ BJP പോകുന്നു. ഈ വൈക്കത്തെ അവസ്ഥ അറിയാമല്ലോ. വൈക്കത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ ഈ CPI നിരന്തരം ആരെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ നിൽക്കുന്ന ആളിന് 2 ചാൻസ് എടുത്ത് മാറ്റും. കാരണം മിനിസ്റ്റർ ആക്കാൻ പറ്റത്തില്ല. അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർഗീയതയുടെ അടിസ്ഥാനം. ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംവിധാനം. ഇവിടുന്ന് ചാടി വരുന്നതിന് എടുക്കുന്നത് പോലെ രാജ എന്ന് പറഞ്ഞ കക്ഷി അവിടെ ദേവികുളം MLA രാജയ്ക്ക് മുമ്പേ വന്നോ? മണിയോ? M. മണിയല്ല, വേറെ മണിയാ. AK മണി. AK മണിയാണോ? അത് കോൺഗ്രസിന്റെ ആണ്. അദ്ദേഹം തേണ്ട പോയിട്ട് BJP ചേരുന്നു. അപ്പൊ ഇങ്ങനെ അത് M. മണിയായിട്ടുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ചാടി വരുന്നതിനെ എടുക്കാതെയും, അല്ലെങ്കിൽ അവർക്കൊരു നല്ല നടപ്പിലും കൊടുക്കും. നീ വെയിറ്റ് ചെയ്യും, പാർട്ടിക്ക് വേണ്ടി ഒരു 5 കൊല്ലം, അടുത്ത കൊല്ലം പരിഗണിച്ചോ. ഇവരെ കൊണ്ട് എന്താ ഒരു ബാധ്യതയായി തീരുകയാണ്. അത് ഒരിക്കലും ശരിയല്ല. ഈ പാർട്ടിക്കെതിരെ കേസ് കൊടുത്തും തെറി പറഞ്ഞും രാഷ്ട്രീയ നേതാക്കളെ അവഹേളിച്ചും ഒക്കെ നടന്നതിന് ശേഷം അവിടെ ഒന്നും കിട്ടാതെ വരുമ്പോൾ നേരെ ഈ
ഇവരെ തന്നെ ആശ്രയിച്ച് ഇങ്ങോട്ട് വന്ന സകലമാനം. അപ്പൊ ഇതിനകത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചവരും ഓടി നടന്നവരും അടികൊണ്ടവരും കേസ് നടത്തിയവരും ഒക്കെ വെറുതെക്കാരായി പോവാ. ഇവനൊക്കെ ചുമ്മാ ഇരുന്ന അല്ലേ. പിന്നെ CPM ആണല്ലോ CPI എടുത്ത് ഒരു നയം നല്ലതാണ്. ഏതാ 2 അല്ലേ 3 തവണ മതി. പക്ഷെ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ള വേറെ കാര്യം. ചിലർക്ക് വേണ്ടി അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യും ഒരാവശ്യമില്ലാതെ. ഇവരൊന്നും പോകുന്ന ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. ജി സുധാകരന് UDF പിന്തുണയ്ക്കുമായിരിക്കും അല്ലേ. UDF പിന്തുണയ്ക്കുന്ന ആത്മഹത്യക്കാർ അവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല ജി സുധാകരൻ. കാരണം അത് VSന്റെ സ്ഥലമാണ്. VS കൂടെ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അമ്പലപ്പുഴയല്ലേ. പിന്നെ അല്ല അവിടെ UDFന്റെ മണ്ഡലമാണെന്ന് പറയുന്നത്. അല്ല, സുധാകരൻ ജയിച്ച സ്ഥാനത്ത് UDF അല്ല. UDFന് ആലപ്പുഴ എങ്ങാണ്ട് ഒരു അവിടെ ഒന്നും സീറ്റില്ല. അവിടെ മൃഗീയപുരം അമ്പലപ്പുഴയാണ്. അപ്പൊ സുധാകരന് സത്യത്തിൽ പറഞ്ഞ UDF എടുക്കേണ്ട കാര്യമില്ല എന്നാണ്. തീർച്ചയായിട്ടും സ്വതന്ത്രനെ പിന്തുണയ്ക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ UDF എടുക്കുന്ന സ്റ്റാൻഡ് തെറ്റല്ല. രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം വന്ന അത് ചെയ്തു പോകും. പക്ഷെ മറുവശത്ത് ഈ സുധാകരൻ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ സുധാകരനും ഈ ഒരു ഘട്ടത്തിൽ ഈ K സുധാകരൻ ഫീൽഡ് വിട്ടുപോയ ഒരാളാ. BJP ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ഒരാളാണ്. പുള്ളി പറയുകയും ചെയ്ത BJP ചേർന്ന അതിന് അനുകൂലമായിട്ട് സംസാരം സംസാരിച്ച ആളാണ്. ഈ അദ്ദേഹത്തെ പിടിച്ചിരുത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ അദ്ദേഹം വളർത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ കോൺഗ്രസ് തിരിച്ചു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് വേണ്ടതൊക്കെ. കോൺഗ്രസിൽ നിന്ന് പോയാൽ ഏത് വലിയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പുറത്തു പോയാൽ എത്ര പാരമ്പര്യം പറഞ്ഞാലും ഞാൻ അതിനകത്ത് അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഘടനയിൽ നിന്ന് പുറത്തു പോയാൽ എത്ര ഉന്നതനാണേലും പോക്കാം. ഇപ്പൊ CPM നിന്ന് പോയ ആളുകളുടെ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പൊ ഗൗരിയമ്മ മന്ത്രിയായി, MP രാഘവൻ മന്ത്രിയാന്ന് പറഞ്ഞില്ല. പ്രസ്ഥാനങ്ങള് അവരുടെ കാലം കഴിഞ്ഞപ്പോൾ തീർന്നില്ലേ. CP ജോൺ മാത്രമല്ലേ ഉള്ളൂ ഇപ്പൊ അതിനകത്തുണ്ടെന്ന് പറയാനായിട്ടുള്ളത്. അപ്പൊ CP ജോൺ പിന്നെ വ്യക്തിപരമായിട്ട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ഇതിന്റെ കൂടെ നിൽക്കുന്നു. ജയിച്ചാൽ അടുത്ത പ്രാവശ്യം മിനിസ്റ്റർ ആവും തോന്നുന്നു. നല്ല മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ ഏതായാലും ഈ കാലുമാറി വരുന്ന ആളുകളെ അധികാര സ്ഥാനങ്ങൾ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് ഈ രാഷ്ട്രീയം ഒരുമാതിരി കലുഷിതമാക്കാൻ വൃത്തികെട്ട രാഷ്ട്രീയ കളി പാടില്ലെന്നാണ്. തീർച്ചയായിട്ടും അത് എല്ലാ കക്ഷിക്കും കാലുമാറി. ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ട്. N രാമകൃഷ്ണൻ പണ്ട് സുധാകരനെ എതിരെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷം പോയി പിന്തുണച്ചില്ലേ. അതൊന്നും ശരിയല്ല. ശരിയായ നടപടിയോ നിലപാടോ അല്ല. അത്തരം ആളുകളല്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ UDFന്റെ ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ കരുതുന്നില്ല. UDF തിരിച്ചു വരുമെന്ന് കരുതാത്ത ഒരാളാണ് ഞാൻ. പിണറായി എത്ര വിമർശിച്ചു സംഗതി ഇതാണെങ്കിലും അവരത് ഹോംവർക്ക് ചെയ്ത് ഒത്തിരി കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് കാണാം. LDF അധികാരത്തിൽ തിരിച്ചു വരുമെന്നോ? UDF വരികയെല്ലാം തന്നെ കരുതുന്നു. ഞാൻ കഴിഞ്ഞ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇത്തവണ നല്ല ഉറപ്പുണ്ട്. LDF തന്നെ തിരിച്ചു വരും. LDFന് എത്ര സീറ്റ് കിട്ടുന്ന അങ്ങനെ കണക്കൂട്ടാൻ പറ്റും. കഴിഞ്ഞ തവണ ഞാൻ ഇവര് വരുന്നതിന് മുമ്പ് ഒരു ലൈവ് ചെയ്തായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ചെയ്യുന്നത്. ഇതുപോലെ 85 സീറ്റാണ് ഞാൻ നിരീക്ഷിച്ചത്. 85. അന്ന് ഞാൻ പേരാവൂരുള്ള ഒരു കോൺഗ്രസ്സുകാരന്റെ റൂമിലാണ് ഇതുപോലെ താമസിക്കുന്നത്. LLB പരീക്ഷയ്ക്ക് പോയതാ കർണാടകയിൽ. അപ്പൊ പുള്ളി ഇതിന് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചോദിച്ചു. ഞാൻ അവിടെ 85 സീറ്റ്, പക്ഷെ 99 സീറ്റിൽ അവർ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞ പോലെ എന്റെ ഇപ്പോഴത്തെ നിരീക്ഷണം LDF തന്നെ തിരിച്ച് അധികാരത്തിൽ വരും. എന്നാൽ എന്റെ അഭിപ്രായം, അങ്ങനത്തെ അഭിപ്രായം എനിക്ക് ഒട്ടും തന്നെ ഇല്ല. UDF വരും. UDF അധികാരത്തിൽ വരികയും ചെയ്യും. എല്ലാ കാലത്തും LDFന് 100, UDF 100, 99 ആ റേഞ്ചിലാണ് ജയിച്ചു വന്നോണ്ടിരിക്കുന്നത് മിക്കവാറും. ഉമ്മൻചാണ്ടി 2 സീറ്റിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായെന്നെങ്കിൽ അങ്ങനല്ല. ഉമ്മൻചാണ്ടിക്ക് 100 സീറ്റാ കിട്ടിയ പണ്ട്. അല്ലല്ല, അത് ആന്റണിക്കാ കിട്ടിയത് ആണെന്ന് തോന്നുന്നു. ഏതായാലും കോൺഗ്രസിന് 100 സീറ്റ് കിട്ടിയിട്ടുണ്ട്, LDFനും കിട്ടിയിട്ടുണ്ട്. ഇപ്രാവശ്യം എന്റെ കണക്കൂട്ടലിൽ UDFന് 1 സീറ്റെങ്കിലും കൂടുതൽ കിട്ടും. 101 സീറ്റ് 100 കൂടുതൽ കിട്ടുമെന്നാണ്. ഒരെണ്ണെങ്കിലും കൂടുതൽ കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. സാറ് LDF ജയിക്കും പറയുന്നെങ്കിൽ ആയിരിക്കും, കുഴപ്പമില്ല, സന്തോഷം. അതൊരു കണക്കൂട്ടല, മറ്റു കാര്യങ്ങളല്ല. കണക്കൂട്ടലോടെ പറയാം. ഒന്ന്, ഈ മണ്ഡല പുനർനിർണയം. ഈ പുനർനിർണയം നടക്കുമ്പോൾ കോൺഗ്രസ്സുകാർ ആ വഴി പോവുകയില്ല. ഇതെല്ലാം CPM നടത്തുന്ന ചില കളികളുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ശരിക്കും പ്രവർത്തിക്കുന്ന, ക്രമീകൃതമായി പ്രവർത്തിക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികളുണ്ട്, CPM ഉം മുസ്ലിം ലീഗും. അത് അവരെ പൊളിറ്റിക്സിന് വേണ്ടിയാണ് ഈ 2 കക്ഷികൾ നിൽക്കുന്നത്. അല്ല, ഈ മണ്ഡലം പുനഃക്രമീകരണമൊക്കെ ഇപ്പം നടത്തിയോ? അല്ല, പണ്ട് നടത്തിയത്. പണ്ട് നടത്തിയ പാർലമെന്റിലേക്ക് UDF മുഴുവൻ ജയിച്ചു. അത് പഞ്ചായത്ത് ഇലക്ഷന് ഭൂരിപക്ഷം കിട്ടിയതും അങ്ങനെ തന്നെ അല്ല. അത് വേറൊരു വശമാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം അല്ല, ഇത് പറയട്ടെ, ഈ കണക്ക് കേൾക്കാം. അതായത് നമ്മള് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് തൊട്ടു മുമ്പുള്ള VS വന്നൊരു സമയമുണ്ട്. VS വന്നത് 99 സീറ്റിലാണ്, അല്ലേ?
99 സീറ്റിൽ വരുന്നു, 42 സീറ്റ് UDF-നും കിട്ടും. അവിടുന്ന് അടുത്ത തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ UDF-ന് എത്ര സീറ്റാ? 72 അല്ല, 100. അതായത് VS പ്രതിപക്ഷത്ത് വരുന്നു. അപ്പൊ മുഖ്യമന്ത്രിയായിട്ട് 5 വർഷവും തികച്ച് നമ്മുടെ ഉമ്മൻചാണ്ടി ഭരിക്കുന്നു. ആ ഘട്ടത്തിൽ വന്നത് 72ഉം 68ഉം അല്ലേ? പിന്നെ നമ്മുടെ അയാളെ കൂടെ മാറ്റി, സെൽവരാജനെ കൂടെ മാറ്റി 63ആയി. അപ്പം അപ്പോൾ കോൺഗ്രസിന് എത്ര സീറ്റുണ്ട്? അന്നും CPM-ന് സീറ്റിന്റെ എണ്ണം കൂടുതലാണ്. അന്ന് അട്ടിമറിച്ച ഇപ്പുറത്ത് മാണിയെ കൊണ്ടുവരാം. പക്ഷെ ആ VS മുഖ്യമന്ത്രി ആകുന്നതിനോട് ഇയാൾക്ക് പിണറായി വിജയന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ അട്ടിമറിക്ക് പോകാതെ അത് കഴിഞ്ഞവരെ കൊണ്ടുവന്നല്ലോ. അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കാണുന്ന എന്താ? നമ്മുടെ പിണറായി വിജയൻ വരുന്നു. ആദ്യത്തെ ഘട്ടം എത്ര? അതിനേക്കാൾ സീറ്റിലാണ് രണ്ടാമത് വരുന്നത്. അപ്പൊ നമ്മളൊരു കണക്കെടുക്കേണ്ടത്, VS വന്ന കാലം മുതലുള്ള VS, ഉമ്മൻചാണ്ടി, പിണറായി ഈ 4 ഭരണകൂടങ്ങളിൽ നടക്കുന്ന സമയത്ത് ഇടതുപക്ഷത്തിന്റെ സീറ്റ് കൃത്യം ഒരു അക്കൗണ്ടാണ്. ഈ കണക്ക് കൂട്ടലാണ് ഇതെല്ലാം. രണ്ടാമത് അടുത്ത കാര്യം വെച്ചാല് ഈ നിരീക്ഷകർ കൂട്ടി വെച്ചിരിക്കുന്ന കണക്കുണ്ട്. പത്തനംതിട്ട ജില്ല, എൻ്റെ അടുത്ത ജില്ല, ഞാൻ കോട്ടയ. ഇവിടെ 5-ൽ 5 സീറ്റുമാണ് കൂട്ടിയേക്കുന്നത്. കിട്ടേണ്ടതാണ് UDF കോട്ടയം, അത് കിട്ടേണ്ടതാണ്. അതിന് അത് അത്രയും കിട്ടേണ്ടതാന്ന് പറയുമ്പോൾ അതൊന്ന് ഓരോന്ന് എടുത്ത് കൂട്ടിക്കണം. തിരുവല്ല കിട്ടുമോ? അത്യാവശ്യം അറിയാമല്ലോ തിരുവല്ലയെ കുറിച്ച്. റാന്നി കിട്ടുമോ? അടൂര് കിട്ടുമോ? എല്ലാം കണക്കിനകത്ത് ഇത്തവണ അത് കാണാം. ഇനി അടുത്ത കാര്യം, ഞാനിപ്പോ ഉള്ള സ്ഥലം വാഴൂരാണ്, കാഞ്ഞിരപ്പള്ളി. എങ്ങനെങ്കിലും ഈ പുള്ളിയും തോറ്റ് കിട്ടിയാൽ കൊള്ളാന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. അതാണെന്നറിയോ, N. ജയരാജാണ്. ഒരു കാശിനും കൊള്ളാത്തൊരു മനുഷ്യൻ, ഒരു കാശിനും കൊള്ളത്തില്ല. അപ്പൊ പക്ഷെ പ്രശ്നം വെച്ചാൽ ഇയാൾക്കെതിരെ മത്സരിക്കാൻ വരുന്ന കോൺഗ്രസ്സുകാരൻ തോൽവി ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് വരുന്ന മനസ്സുകൊണ്ട്. ഫൈറ്റിംഗ് ഇല്ലെന്ന്, ഫൈറ്റിങ്ങേ ഇല്ല അവിടെ. ജയരാജ് ജയിക്കും. ഇതെന്തിനാണ് ഇദ്ദേഹത്തെ ജയിപ്പിക്കുന്ന ഒരു പിടിയില്ല. ഒരു സാധാരണഗതിയിൽ ഈ കേരള കോൺഗ്രസ്സുകാർ കുറ്റം പറയുമ്പോഴും ഭരിക്കുന്നിടത്ത് നാടിന് കൊള്ളാം. ശരിയല്ലേ? ജോസഫോ മാണിയോ ഒക്കെ നിന്ന് ചെയ്യാൻ നല്ലതാ. കാരണം ഇവരൊരു സാമ്രാജ്യം പോലെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു മനുഷ്യനാണ് N. ജയരാജ്. അവിടെ പുള്ളി വീണ്ടും ജയിക്കും. പക്ഷെ എന്റെ കണക്കൂട്ടൽ അതല്ല, ജനങ്ങളെ ഈ വോട്ടിങ് നമ്മളിപ്പോ ഈ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്താണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഞാൻ ചോട്ടെ പണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടിയൊക്കെ ജയിച്ച് വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചു? അത് മൃഗീയ ഭൂരിപക്ഷത്തിനല്ലേ മൊറാർജി ദേശായി എന്ന് പ്രൈം മിനിസ്റ്റർ ആവുക ചെയ്യുന്നത്. അപ്പൊ അത് ആ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ജനങ്ങളുടെ ഇപ്പോഴത്തെ വികാരം പിണറായി സർക്കാരിനെതിരെ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പിണറായി എന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ അച്ചടക്കത്തെയോ കേഡർ സ്വഭാവത്തെയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രതിച്ഛായയും ഈ മിനിസ്ട്രിയോടും ഇല്ല, പാർട്ടിയോടും ഇല്ല, ഭരണത്തോടും ഒന്നിലുമില്ല. ആളുകൾക്ക് മടുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാധ്യത കൂടുതൽ UDF-ന് തന്നെയാണ്. പിന്നെ നിങ്ങളുടെ കണക്കൂട്ടിൽ LDF ജയിക്കുന്ന ഒരു കണക്കൂട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇരുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് രഹസ്യമായിട്ട് നമ്മൾ പറഞ്ഞു പോയതാണ്. അതിലൊരു കാര്യമുള്ളത്, എനിക്ക് LDF വരണമെന്നൊരു ആഗ്രഹമുള്ള ആളല്ല, അത് മോശമാണെന്ന് ധരിക്കുന്ന ഒരാളാണ്. അത് ഈ കമന്റ് ഇടുന്നവൻ ആ വിവരമൊന്നും കാണത്തില്ല. കാരണം അവൻ ഉടനെ പറയുന്നത് എന്നാൽ ഈ ഇടുന്ന കോൺഗ്രസ്സുകാരാണ് ഒട്ടും വിവരം കാണുകയില്ല. അത് കൃത്യം പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ എത്ര നിഷ്പക്ഷം പറഞ്ഞാലും, നിങ്ങൾ എത്ര നിഷ്പക്ഷം പറഞ്ഞാലും അവസാനം പറയാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മളിത് LDF. എന്നെ സംബന്ധിച്ച് ഞാൻ നിഷ്പക്ഷമായിട്ടല്ല, ഞാൻ പഠിച്ചു വന്നൊരു രാഷ്ട്രീയം CPM-നും CPI-ക്കും എതിരാ. കോൺഗ്രസ്സോട് എനിക്ക് അവരെ ഒരു താല്പര്യവും ഉള്ള കാശില്ല. അത് BJP-യുടെ ഒരു B ടീമാണ് ഒരു കാലം വരെ. അതിനകത്തൊരു നയവും പൊളിറ്റിക്സും അല്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ പറഞ്ഞത് ഞാനെടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാല് ഇവരോടൊന്നും, പക്ഷെ ഇവരെല്ലാം അനിവാര്യമാണ്. ഇതില്ലെങ്കിൽ സിസ്റ്റം നിലനിൽക്കത്തില്ല. അതെ, ഞാൻ ഇപ്പൊ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം പറയുമ്പോഴേ അടുത്ത നാളിൽ നടന്ന ഈ അംഗൻവാടി ടീച്ചേഴ്സിന്റെ ഒക്കെ അംഗൻവാടി ടീച്ചേഴ്സ് ഒറ്റപ്പെട്ട് ചെതറി കിടക്കുന്ന മനുഷ്യരാണ്. സംഘടിത ശക്തിയൊന്നും അംഗൻവാടിയല്ല, ആശാവർക്കർ. അതൊക്കെ ഈ സാധാരണ ജനങ്ങളുടെ ഇടയിലും പാവപ്പെട്ട ഇടയിലും കുറിച്ച് അവമതിപ്പ് ഗവൺമെന്റിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ അങ്ങനല്ല, ജനങ്ങളെ അതിലും അതൊന്നും ഒരു ഇഷ്യൂ സർക്കാരിന്. അടുത്ത വേറൊരു നിരീക്ഷണമുണ്ട്.
ഒരു ഇഷ്യൂവും 2 തവണ ബാധിക്കുകയല്ലോ. ഏതായാലും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് കാണാം. സാറ് 101 സീറ്റ് കുറവല്ലേ? നമ്മള് 101 സീറ്റ് ആണ് ഞാൻ പറയാം. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ 2 രാഷ്ട്രീയ ഒരു കാലേ ഞാൻ മാറിയിട്ടുള്ളൂ. അതായത് 72 SSLCക്ക് പഠിക്കുന്ന കാലത്ത് KSF ആയിരുന്നു അന്ന്. അതിന്റെ സജീവ എന്ന് പറഞ്ഞാൽ അന്ന് അറിയാവുന്ന രീതിയിലൊക്കെ അതിന്റെ കൂടെയൊക്കെ പിടിപിടിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഈ കാലം അത്രയും പാർട്ടി മെമ്പറായിരുന്നു കുറച്ച് നാള്, പാർട്ടിയോട് നിന്നു. പക്ഷേ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു കറക്കമ്പിനെ എനിക്ക് തോന്നി. അതാണ് സംഭവം. നമുക്ക് കൂടെ ക്ലോസ് ചെയ്യാം. അല്ല, കമ്മ്യൂണിസം അതിൽ തന്നെ ആശാവഹമായ ഒരു കാര്യമൊന്നുമല്ല. കേരളത്തെ നശിപ്പിച്ചതിൽ ഇപ്പം കേരളത്തെ നശിപ്പിച്ച ഘടകങ്ങളാ ഭൂപരിഷ്കരണം. അതെ, അവിടെ വേണ്ട CPI CPM കക്ഷികളിൽ ആശാവഹമായിട്ട് ഞാനൊന്നും കാണുന്നില്ല. അല്ല, അതെ നമുക്കിപ്പം എന്തെങ്കിലും ആട്ടെ. അല്ല, വേറെ CPI CPM കക്ഷികളിൽ ഞാനൊരു ആശ്രയവും കാണുന്നില്ല. അതിന് ബദല് കോൺഗ്രസ് ആണെന്ന് കരുതുന്നില്ല. അതല്ല, എന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ പറഞ്ഞ എന്റെ കാഴ്ചപ്പാട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും പിണറായിസത്തോടും എനിക്ക് താല്പര്യം ഇല്ലാതായി. അത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു 60 വയസ്സാകാറായപ്പോഴാണ് ആ ബോധവതി എനിക്ക് ഉണ്ടായത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് കാര്യം പറയാൻ അവസരം തീർച്ചയായിട്ടും അത് വേണം. അത് അല്ലെ അതായത് ഞാനിത് കൈപ്പത്തിക്കല്ല, ഞാൻ അരിവാളിനെ അടിമത്തമാണ്. ഞാൻ ജനിച്ച നാള് പോലെ അരിവാള അടിമത്തമാണ്. ജീവിതകാലം മുഴുവൻ ഒരു പ്രസ്ഥാനത്തെ അന്ധമായി വിശ്വസിച്ച് അതിന്റെ കൂടെ നിന്ന് മരിക്കണമെന്നൊന്നുമില്ലല്ലോ. അല്ല, അങ്ങനെയില്ല. അങ്ങനല്ല, അത് തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ പറഞ്ഞു നിർത്താം. എന്റെ ഭാഗം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ UDFിനെ കുറെ പിന്തുണച്ചിട്ടുണ്ട്. കാരണം എന്റെ 2 സുഹൃത്തുക്കൾ മത്സരിക്കുന്ന പ്രതീക്ഷയുണ്ട്. ഒന്ന് VS ജോയിയ, മറ്റൊന്ന് സണ്ണി കവിക്കാട്. ഇവർക്ക് സീറ്റ് കിട്ടുമെങ്കിൽ അവരെ 2 സീറ്റുകളിൽ പരസ്യമായൊരു പിന്തുണ UDFിന് തന്നെയാണ്. അപ്പം മറുവശത്ത് LDFിന് അപജയമുണ്ട്, അതിന് കുറവുണ്ട്. ഭൂപരിഷ്കരണം വഴി സാമാന്യ മനുഷ്യരുടെ നട്ടലൊടിച്ചിട്ടുണ്ട്. പക്ഷേ LDFിന് ബദലായിട്ട് ഞാൻ UDFിനെ പിന്തുണയ്ക്കില്ല. ഞാൻ എന്റെ കാഴ്ചപ്പാട് വേറൊരു രീതിയിലാണ്. ഇപ്പൊ ഇടതുപക്ഷത്തെ നമുക്ക് സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ കോൺഗ്രസും എനിക്ക് സ്വീകരിക്കാൻ വയ്യാത്ത ഒരു ഘടകമായി ഞാൻ പരിഗണിച്ചാൽ ഞാനൊരു രാഷ്ട്രീയവാദിയായി മാറും. അപ്പൊ എനിക്ക് രാഷ്ട്രീയം വേണം. ഞാൻ ഈ ഭൂമി എനിക്ക് രാഷ്ട്രീയം വേണം. അപ്പൊ ഇടതുപക്ഷം എനിക്ക് പറ്റുന്നില്ല. സൗകര്യപ്രദമായ ഇട അതിനകത്തില്ല. അത് നാച്ചുറൽ ഓപ്ഷൻ പിന്നെ UDF. ഞാൻ അതേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് LDF പറ്റുന്നില്ല. LDF നയങ്ങളോ അല്ലെങ്കിൽ അവരിപ്പോ അനുവർത്തിക്കുന്ന രീതികളൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് അരാഷ്ട്രീയവാദിയാകാനോട്ട് പറ്റത്തുമില്ല. പിന്നെ എനിക്ക് UDFിനെ പുൽകാനേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞു. അല്ല, അതിനെ തന്നെ ഞാൻ പറഞ്ഞു. LDF ആണെങ്കിലും UDF ആണെങ്കിലും ചെയ്ത സംഘപരിവാർ അജണ്ടയാണ്. 2 കൂട്ടരും ചെയ്യുന്നതാ അല്ലെ? വേറെ പറയാൻ പറ്റുമോ? അല്ല, അതിന്റെ മറ്റൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയമാണ്. അല്ലെ, LDFിന്റെ UDFിന്റെ അജണ്ട. അതുകൊണ്ട് BJP വളരാത്ത എന്താ? BJP NSSന്റെ അവിടേക്ക് സുരേഷ് ഗോപി ആരാണ്ടിരുന്നപ്പോ പുള്ളി ഓടിച്ചു വിടുക, കേട്ടുന്നില്ല. മന്ത്രിക്ക് അവിടെ കയറി പുഷ്പാർച്ചന നടത്തണം. അതായത് ഉപരാഷ്ട്രപതിക്ക് പുഷ്പാർച്ചന നടത്താൻ അപ്പൊ സമ്മതിക്കുന്നില്ല. എന്താ കാര്യം? സാധാരണ സമ്മതിക്കേണ്ടതാണല്ലോ. സമ്മതിക്കാത്ത എന്താന്ന് വെച്ചാൽ LDFിനെ പിണക്കാൻ വയ്യ. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ BJPയേക്കാൾ ഇഷ്ടം LDF ആണെന്ന് NSS ചിന്തിക്കുന്നത്. മനസ്സിലായി. കാരണം സംഘപരിവാറാണിത്. LDFും UDFും ഒരുപോലെ അവർ നേരിട്ട് സംഘപരിവാറല്ല, നടപ്പിലാക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. ഈ 2 പാർട്ടി നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ആ സംഘപരിവാർ പ്രത്യേകിച്ച് ഒരു പ്രതിഷേധവും ഇല്ല. അവർ വളരാത്തത് തന്നെയാണ്. കറക്റ്റ്. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അധികാരം കിട്ടാതാകുമ്പോൾ, സ്ഥാനമാനങ്ങൾ കിട്ടാതാകുമ്പോൾ പെട്ടെന്ന് ചാടിക്കറി അവിടെ ചെന്ന് നേതാവാകുക, മന്ത്രിയാകുക, MLA ആകുക, ആ ഒരു പ്രവണത അത് തെറ്റാന്നാണ് നമ്മൾ ചർച്ച വെച്ച് തുടങ്ങിയത്. അത് തെറ്റ് തന്നെയാണ്. അതിന് അല്ലേ? അങ്ങനല്ലേ? അതെ, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നെ വന്നപ്പോൾ നമ്മൾ രാഷ്ട്രീയം കൂടെ അതിനകത്ത് ഉള്ളതേ ഉള്ളു. ഏതായാലും വായനക്കാർ പറഞ്ഞത് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ടല്ലോ. അതെ, വായനക്കാർ ഇതെല്ലാം അതിനൊരു പഞ്ചെന്ന് പറഞ്ഞത് സീറ്റുകളുടെ എണ്ണം 101 സീറ്റാണ് റസൽ സാർ പറയുന്നത്. അപ്പൊ പല പ്രഖ്യാപനം കഴിയുമ്പോൾ ഒന്നും ഞാൻ അവതാളത്തിലാകും. ഓക്കെ, ശരി. എല്ലാവർക്കും നമസ്കാരം.